ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 4 വീഡിയോ ചെയ്തായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ത്രോട്ടിന് പെയിൻ ആയിരുന്നു, തൊണ്ടവേദനയായിരുന്നു. ഇപ്പോഴും കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. എന്നാൽ പോലും പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു, മോഡൽ എക്സാമിന്റെയും ടൈം ടേബിൾ വന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. കുറെ പേര് എന്നോട് വാട്സപ്പിലും ചോദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് തൊണ്ടവേദന ആയിട്ട് പോലും ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. മക്കളെ, മോഡൽ എക്സാമിന്റെ ടൈമായി. നമുക്കറിയാം, നമുക്കൊന്നും അറിയത്തില്ലെന്നറിയാം അല്ലെ. മോഡൽ എക്സാമിന് മുമ്പാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലെന്നറിയാം. പക്ഷേ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഫൈനൽ എക്സാംസിനും ചോദിക്കുന്നത്. മെയിൻലി ഫിസിക്സിൽ അതിൽ ചോദിക്കുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ഫൈനൽ എക്സാമിനും ചോദിക്കാം. +2 എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. +2 മോഡലിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മിക്കതും ഫൈനൽ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു പഠിക്കുക. മോഡൽ എക്സാം നന്നായി എഴുതാൻ ശ്രമിക്കുക. നമ്മൾ ഓൾമോസ്റ്റ് ഫിസിക്സിന്റെ തന്നെ 8ഓ 9ഓ ചാപ്റ്ററിന്റെ വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. മൊത്തം 15 ചാപ്റ്റർ ഉണ്ടെങ്കിലും 9ഓ 8ഓ ചാപ്റ്ററിന്റെ വീഡിയോസ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വോയിസ് തന്നെ ഇച്ചിരി കുറച്ച് സംസാരിക്കുന്നത്. തൊണ്ടവേദന ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തന്നെ വോയിസ് കുറയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ കൂടുതലൊന്നും പറയണ്ട, നമുക്ക് നേരെ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ 5, ഫിസിക്സിന്റെ 5ാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് 4 എണ്ണമാണ്. ആ 4 എണ്ണം ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. കാരണം ഇന്ന് ഇല്ലെങ്കിൽ ഞാൻ നാളെ ഉറപ്പായിട്ട് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്തിരിക്കും. അതിൽ 1ാമത്തെ ടോപ്പിക്കാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. 100% ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ നിന്ന് F = ma എന്ന് പറയുന്നത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ചോദിക്കും. 2ാമത്തത് കൺസർവേഷൻ ഓഫ് മൊമെന്റം, 3ാമത്തത് ഫ്രിക്ഷൻ, 4ാമത്തത് സർക്കുലർ മോഷൻ. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ 1ാമത്തെ ടോപ്പിക്കിൽ നിന്നും അതേപോലെ 4ാമത്തെ ടോപ്പിക്കിൽ നിന്നുമാണ്. ഇതിന്റെ അകത്ത് നിന്ന് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഏതാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്ന ടോപ്പിക്? അതിന്റെ ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ 4ഓ 5ഓ മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡെഫിനിഷൻ ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്താ F = ma എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കും. സോ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ ടോപ്പിക്സിലേക്ക് കടക്കാം. 1ാമത്തെ ടോപ്പിക്കാണ് ഇത്, ന്യൂട്ടൺ സെക്കൻഡ് ലോ. മക്കളെ, ആദ്യത്തെ ടോപ്പിക്കാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ? അതിന് മുമ്പ് ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത് ക്വസ്റ്റ്യൻ വരുന്നത് എന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നോക്കിയേ, ക്വസ്റ്റ്യൻ ആയിട്ടിട്ടുണ്ട്, നെയിം ദ ലോ വിച്ച് ദാറ്റ് ഹെൽപ്സ് ടു മെഷർ ദ ഫോഴ്സ്. അതായത് ഏത് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, എന്തിനെ, ഫോഴ്സിനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സിനെ മെഷർ ചെയ്യുന്ന ലോ ഏതാന്ന് ചോദിക്കാം. ഡെഡ്യൂസ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ്. എന്നിട്ട് ഫോഴ്സിന് ഒരു എക്സ്പ്രഷൻ. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറെ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് നെയിം ദ ലോ ദാറ്റ് ഹെൽപ്സ് ടു മെഷർ ഫോഴ്സ്. ഫോഴ്സ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലോ ഏതാണ്? വേണമെങ്കിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫോഴ്സും മൊമെന്റവും കൂടെ റിലേറ്റ് ചെയ്യുന്ന ലോ ഏതാണെന്ന് കൂടെ ചോദിക്കാം. ഫോഴ്സും മൊമെന്റവും കൂടെ റിലേറ്റ് ചെയ്യുന്ന ലോ. നോക്കിയേ, അപ്പൊ അതിനെല്ലാം ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആൻസർ ഏതാണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്, ന്യൂട്ടൺ സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, എന്താ പറയുന്നത്, the rate of change of momentum of a body is directly proportional to the applied force and change in momentum takes place in the direction of force. പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എന്താ ഈ റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ? റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ബൈ ടൈം. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ബൈ ടൈം. എന്തിനെയാ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അതിന്റെ ഫോഴ്സിനോട് ഈക്വൽ ആണ്. അതിനർത്ഥം ഫോഴ്സ് കൂടുമ്പോൾ മൊമെന്റം കൂടുന്നു, ചേഞ്ച് ഇൻ മൊമെന്റവും കൂടുന്നു. ഫോഴ്സ് കൂടുന്ന അനുസരിച്ച് ചേഞ്ച് ഇൻ മൊമെന്റവും കൂടുന്നു. ഇനി ഫോഴ്സ് ചേഞ്ച് ഇൻ മൊമെന്റം ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നത്? ഡയറക്ഷൻ ഓഫ് ഫോഴ്സിലാണ് നടക്കുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഒന്നുകൂടെ പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഓഫ് എ ബോഡി, ആരുടെയാ? ഒരു ബോഡിയുടെ. എന്തിനോട് ഈക്വൽ ആ? ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. കൊടുക്കുന്ന ഫോഴ്സിനോട് ഈക്വൽ ആ. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ മൊമെന്റം നടക്കുന്നത് എന്തിനാ? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇനി ഇതിന്റെ അകത്തുനിന്ന് ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഹിയർ? ഏത് ഫോഴ്സ് ആണ് അപ്ലൈഡ് എന്ന് കൊടുത്തിട്ടില്ലേ? എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ എന്ന് ചോദിച്ചു. അപ്പം കൊടുക്കേണ്ട ഫോഴ്സിന്റെ പ്രത്യേകത എന്നാ? ദാറ്റ് ഷുഡ് ബി എക്സ്റ്റേണൽ ഫോഴ്സ്. 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ഫോഴ്സ് ഈസ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ എന്ന് ചോദിച്ചു. എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? അപ്പൊ ഏതാ?
എക്സ്റ്റേണൽ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനകത്ത് നിന്ന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പൊ നോക്കി, അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനോട് ഈക്വൽ. അപ്ലൈഡ് ഫോഴ്സിനെ ഞാൻ എഫ് എന്ന് വിളിച്ചു. പ്രൊപ്പോർഷണൽ ടു എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മൊമെന്റത്തിന്റെ ചേഞ്ച്, മൊമെന്റം എന്ന് പറഞ്ഞാൽ പി ആണ്. പിന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ പി ബൈ ടി. ഇനി ചെറിയ ടൈം ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എടുക്കും. മനസ്സിലായല്ലോ? ചെറിയ ഒരു ടൈമിലാണ്, ടൈം ഇന്റർവെലിനാണ് ഇത് ചേഞ്ച് നടക്കുന്നത്. സോ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഈ പ്രൂഫും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് നിന്ന് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമുക്ക് ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം. എഫ് ഈസ് ഈക്വൽ ടു കെ എന്ന് കൊടുക്കാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ആയി കെ ഇൻറ്റു എന്താവും? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇവിടെ കെയുടെ വാല്യൂ ആക്ച്വലി എത്രയാണ്? 1 ആണ്. ഇതെല്ലാം എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കുന്നതാണ്. കെയുടെ വാല്യൂ 1 ആണ്. നമുക്ക് എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു കെയുടെ സ്ഥാനത്ത് 1 ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. 1 ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു അല്ലേ? അപ്പൊ എന്ത് തന്നെ കിട്ടും? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഏതാ? എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇനി നമുക്കറിയാം ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ? മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു വെലോസിറ്റിക്കാണ് ആക്ച്വലി ചേഞ്ച് ഉണ്ടാകുന്നത്. മാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എം ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? എം ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇതിനകത്ത് നിന്ന് എം ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വെലോസിറ്റി ബൈ ടൈം. ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാണ് വെലോസിറ്റി ബൈ ടൈം. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഉണ്ട്. അവിടെ എ എന്ന് നോക്കാം. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? എഫ് ഈസ് ഈക്വൽ ടു എം എ. മനസ്സിലായല്ലോ? ഈ ഒരു ഡെറിവേഷനും ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കാണ്. സുഖമായിട്ട് മേടിച്ചെടുക്കാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ചോദിക്കാം, സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം, ഓർത്തു വെക്കാം. അതേപോലെ ഈ പ്രൂഫ് മെയിൻലി ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രൂഫ് ചോദിക്കാറുണ്ട്, മിക്കയിടത്തും ചോദിച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, ന്യൂട്ടൺ സെക്കൻഡ് ലോയും ന്യൂട്ടൺ തേർഡ് ലോയും എന്തിലേക്കാ പോകുന്നതെന്ന് ചോദിക്കും. അതായത് കൺസർവേഷൻ ഓഫ് എന്തിലേക്കാ പോകുന്നത്? ലീനിയർ മൊമെന്റം. അപ്പൊ മൊമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തല്ലേ? അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോയും അതേപോലെ തന്നെ ന്യൂട്ടൺ തേർഡ് ലോയും എന്തിലേക്കാ പറയുന്നത്? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം മറക്കരുത്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിലേക്കാണ് ഇത് ഫൈനൽ ആയിട്ട് പോകുന്നത്. മനസ്സിലായല്ലോ? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പഠിക്കാനായിട്ട്. നോക്കിയാൽ മക്കളെ, നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടതാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്നാന്ന് പറയണം. എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? നോക്കിയേ, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. ഒരു കുറച്ച് നേരത്തേക്ക് ആക്ട് ചെയ്യുന്ന വലിയ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇത് ഇമ്പൾസീവ് ഫോഴ്സ്. അപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ടൈമില് വലിയ ഫോഴ്സ്, കുഞ്ഞു ടൈം. ഷോർട്ട് ടൈം എന്ന് പറയുന്നത് കുഞ്ഞു ടൈമില് എന്താ? ലാർജ് ഫോഴ്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയേ, ഹിറ്റിംഗ് എ നെയിൽ വിത്ത് ഹാമർ. ഈ ഡെഫിനിഷൻ ഓർത്താൽ നല്ലത്, ഓർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹിറ്റിംഗ് എ നെയിൽ വിത്ത് ഹാമർ. ഒരു നെയിൽ എടുക്കുന്നു, നെയിലിന് നമ്മൾ ഹാമർ കൊണ്ട് ചുറ്റിയോടെ ഒറ്റ അടി ഇടുന്നു. ഈ ചുറ്റിക വന്ന് നെയിലിൽ ഇടിക്കുന്ന എന്ന് പറയുന്നത് കുറെ നേരം ഉണ്ടോ? ഇല്ല, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അല്ലെ? ഇടിക്കുക, അത് അകത്തോട്ട് കയറിപ്പോ. മനസ്സിലായല്ലോ? ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ അടിക്കുന്നു, സംഭവം കയറിപ്പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഹിറ്റിംഗ് എ ഹാമർ, ഹിറ്റിംഗ് എ നെയിൽ വിത്ത് ഹാമർ. ഒരു ആണിനെ ഹാമർ വെച്ച് അടിക്കുന്നു. രണ്ടാമത് കിക്കിംഗ് എ ഫുട്ബോൾ. ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നു, അടിക്കുക. അതപ്പോ ഒറ്റ ചെറിയ സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ പോലും എടുക്കുന്നില്ല, അടിക്കുന്നു, പോകുന്നു. ഹിറ്റിംഗ് എ ക്രിക്കറ്റ് ബോൾ. ഒരു ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ചെയ്യുന്നു അല്ലെ? ഒരു ക്രിക്കറ്റ് ബോൾ അടിക്കുന്നു, 6 അടിക്കുമ്പോൾ അടിക്കുന്ന ആ ഭാഗം കൊണ്ട് ഒരു സെക്കൻഡിൽ മാത്രമുള്ള അടിക്കുക, പോവുക. മനസ്സിലായല്ലോ? ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ടൈം. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. നോക്കി, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. ഇമ്പൾസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. എഫ് ടി എന്ന് പറയാം. ഐ ഈസ് ഈക്വൽ ടു എന്ത് പറയാം? എഫ് ടി. ഇതാണ് എന്ത്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഇമ്പൾസ് ഐ. ഇനി ഇതിന്റെ യൂണിറ്റ് നോക്കിയേ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കാം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി അതേപോലെ ഡയമെൻഷൻ ചോദിച്ചാൽ നമ്മുടെ മൊമെന്റത്തിന്റെ അതേ ഡയമെൻഷൻ. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി mlt⁻⁻. അതേ ഡയമെൻഷൻ തന്നെയാണ് ആർക്കും? നമ്മുടെ ഇമ്പൾസിനും. അപ്പൊ മൊമെന്റവും ഇമ്പൾസും
എന്താ സെയിം ഡയമെൻഷൻ ആണ്. മൊമെന്റം ആൻഡ് ഇമ്പൾസിന് പ്രത്യേകത എന്നതാ, ബോത്ത് ഹാവ് സെയിം ഡയമെൻഷൻ. അപ്പൊ ഡയമെൻഷൻ സെയിം ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റീസ് ചോദിച്ചാൽ ഏതൊക്കെ എഴുതാം നമുക്ക്? മൊമെന്റം ആൻഡ് ഇമ്പൾസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ യൂണിറ്റ്സ് മനസ്സിലായല്ലോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ഡയമെൻഷൻ mL/-. മനസ്സിലായല്ലോ? മൊമെന്റം എന്ന് പറഞ്ഞാൽ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ടൈം. അടുത്തത് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഇമ്പൾസ് മൊമെന്റം എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ഇമ്പൾസും മൊമെന്റവും. ഇമ്പൾസും മൊമെന്റത്തിനോട് ഈക്വൽ ആണ്, ഇത്രേ ഉള്ളൂ. ഇമ്പൾസും മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പൾസ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇമ്പൾസും മൊമെന്റവും കൂടെ എന്താണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത്. മനസ്സിലായാലോ? നോക്കിയേ, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ ബോഡി. അപ്പൊ അതാണ് പറയുന്നത്, ഇമ്പൾസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് മൊമെന്റത്തിനോട് ഈക്വൽ ആണ്, അതായത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ നോക്കിയേ, ഇതിന്റെ ഡെറിവേഷൻ കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പം സംഭവം സിമ്പിൾ ആ, പേരിൽ തന്നെ ഉണ്ട്, ഇമ്പൾസും മൊമെന്റം ആ രണ്ടും എന്താ? ഈക്വൽ ആ. അപ്പൊ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. രണ്ട് വേർഡ്സും അതേപോലെ ഉണ്ട്, രണ്ടിടയ്ക്ക് എന്ത് ചേർത്താൽ മതി? ഈക്വൽ എന്നുള്ള വേർഡ് ചേർത്താൽ മതി. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. പിന്നെ ഡെറിവേഷൻ ഉണ്ട്, അപ്പൊ നമ്മൾ അത് ഡെറിവേഷൻ ആണ്. നോക്കിയേ, ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നോക്കിയേ, ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം എന്താ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്? എഫ് ഈസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആ? ഡി പി ബൈ ഡി ടി അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറയല്ലേ? അതിന് പകരം ചെറിയ ഇതായതുകൊണ്ട് നമ്മൾ എന്തെടുത്തു? നേരത്തെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഡെൽറ്റയ്ക്ക് വരെ ഇവിടെ എന്താക്കി? ഡി ആക്കുന്നു, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. നോക്കിയാൽ ഡി പി ബൈ ഡി ടി. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു ഡി പി. എഫ് ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു ഡി പി. നമുക്കറിയാം എഫ് ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം ഇസ് ഈക്വൽ ടു എന്നതാ? ഡി പി എന്ന് പറഞ്ഞാൽ മൊമെന്റം. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറച്ച് മുമ്പേ നമ്മൾ കണ്ടു, ഫോഴ്സിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇമ്പൾസ്. അപ്പൊ ഇമ്പൾസ് എന്തിനോട് ഈക്വൽ ആ? മൊമെന്റം, പിയോട് ഈക്വൽ. അപ്പൊ ഈ ഡെറിവേഷൻ ആണ് ഇത്, ഐ ഇസ് ഈക്വൽ ടു പി. അതായത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ ബോഡി. മനസ്സിലായല്ലോ? നോക്കി മക്കളെ, അടുത്തതാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. എന്താ പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, എന്താ ലോ പറയുന്നത്? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ്, ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. മനസ്സിലായല്ലോ? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ, ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിലേക്ക്, അതായത് കുറെ പാർട്ടിക്കിൾ ഉള്ള, സെവറൽ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്, ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കണ്ടോ? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ്, അതായത് ഒരു സെവറൽ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? റിമൈൻസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ലീനിയർ മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഇനി ഈ ഡെഫിനിഷൻ അറിയാത്തവർക്ക് മറ്റേ ഡെഫിനിഷൻ ആണെന്ന് എഴുതാം. മൊമെന്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അല്ലെ, നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി പറയത്തില്ലേ? അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ഇവിടെ? ലീനിയർ മൊമെന്റം എന്താ പറയാം? ലീനിയർ മൊമെന്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ്, എന്നാ പറയണ്ടേ? ലീനിയർ മൊമെന്റം ക്യാൻ neither be created nor be destroyed. Neither be created. ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള ഡെഫിനിഷൻ ആണ് എന്റെ വിശ്വാസം. Neither be created nor be destroyed. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്ട്രോയും ചെയ്യാൻ പറ്റത്തില്ല. It can be transferred from one form to another. മനസ്സിലായല്ലോ? Can be transferred. It can be transferred from one form to another. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ലീനിയർ മൊമെന്റത്തിന്റെ കാര്യത്തിൽ പറയുന്നത്. One form to other. ലീനിയർ മൊമെന്റം. പക്ഷെ നിങ്ങൾ ഇതിനെക്കാട്ടി നല്ല മറ്റേ ഡെഫിനിഷൻ പഠിക്കുന്നത് ഏതാ? ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ്, കുറെ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ലീനിയർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇതിന്റെ പ്രൂഫ് നോക്കിയേ. പ്രൂഫ് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, നമ്മൾ സെക്കൻഡ് ലോ വെച്ചിട്ട് എന്താ പറയുന്നത്? എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നാണ് പറയുന്നത്. ഇവിടെ എന്നതാ? നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എഫ് എന്തായി? സീറോ ആയി അല്ലെ? നോ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് സീറോ. അപ്പൊ സീറോ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഡി പി ബൈ ഡി ടി എന്ന് കിട്ടി. സീറോ ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇതിനകത്ത് എന്ത് വരും? ഡി പി എന്ന് പറഞ്ഞാൽ എന്താ? സീറോ ഇൻറ്റു ഡി ടി. അതിന്റെ അർത്ഥം എന്താ? സീറോ. അപ്പൊ ഡി പി ചേഞ്ച് ഇൻ മൊമെന്റം സീറോ ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം സീറോ. ഡി പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം സീറോ. അതിന്റെ അർത്ഥം പണ്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, പണ്ട് ചോദിച്ചിട്ടുള്ള വാട്ട് ഹാപ്പൻസ് ടു ലീനിയർ മൊമെന്റം വെൻ ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്.
ഫോഴ്സ് കോൺസ്റ്റന്റ് ആകുമ്പോൾ അവിടുത്തെ ലീനിയർ മൊമെന്റത്തിന് എന്നാ പറ്റും കണ്ടോ? ഫോഴ്സ് കോൺസ്റ്റന്റ് ആയി അല്ലെ? ഫോഴ്സ് അല്ലെങ്കിൽ എന്തായി? സീറോ ആയില്ലേ? സീറോ ആകുമ്പോൾ അവിടുത്തെ മൊമെന്റത്തിന് എന്നാ പറ്റി? മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ്. എന്നാ സംഭവിക്കും? മൊമെന്റം സീറോ ആണ്, ഡി പി സീറോ ആണ്. അതിന്റെ അർത്ഥം എന്താ? മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ്. അതിന്റെ ആൻസർ ആണ് മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ്. മനസ്സിലായല്ലോ? ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു ലീനിയർ മൊമെന്റം ആൻഡ് ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്? ഫോഴ്സ് കോൺസ്റ്റന്റ് ആകുമ്പോൾ, എഫ് സീറോ ആകുമ്പോൾ അവിടുത്തെ ലീനിയർ മൊമെന്റത്തിന് എന്നാ പറ്റി? ലീനിയർ മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ഡി പി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം സീറോ. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നതാ പി ഫൈനൽ, മൊമെന്റം ഫൈനൽ മൈനസ് പി ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാ? സീറോ ആണ്. അതായത് ആദ്യത്തെയും അവസാനത്തെയും മൊമെന്റം സെയിം. അതാണ് പറയുന്നത് മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. പഠിച്ചു വെക്കുക ഡെഫിനിഷൻ. നോക്കിയാൽ മക്കളെ, അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ആപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ, അതായത് രണ്ട് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് സാധാരണ പഠിക്കാനുള്ളത്. ആപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ കേസിൽ രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്താണ് റീകോയിൽ ഓഫ് ദ ഗൺ, രണ്ടാമത്തെ നമ്മൾ കൊളീഷൻസിനെ പറ്റി പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് റീകോയിൽ ഓഫ് ദ ഗണ്ണിനെ പറ്റി പഠിക്കണം. ഓർക്കുക, ഇത് വലുതായിട്ടൊന്നും എന്താ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്തോ അങ്ങനെയൊന്നും പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇവിടെ എഴുതുന്ന പോയിന്റ്സും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം. ചോദിക്കുക വാട്ട് യു മീൻ ബൈ റീകോയിൽ ഓഫ് ഗൺ എന്നൊക്കെ പറയാം. അപ്പൊ നോക്കിയാൽ എന്താണ് വാട്ട് യു മീൻ ബൈ റീകോയിൽ ഓഫ് ഗൺ? When a bullet is fired from a gun, the backward momentum of the gun is called recoil of the gun. അതായത് ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ എന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്, ആ ഗണ്ണിൽ നിന്ന് ഞാൻ ബുള്ളറ്റിനെ ഫയർ ചെയ്യുന്നു. നമുക്കറിയാം ബുള്ളറ്റ് ഇതിനകത്തുനിന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ കൈ എന്ത് ചെയ്യും? പുറകിലോട്ടൊന്ന് വലിയും. ഫയർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഒരു ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ, ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യും? ബാക്ക്വേർഡ് മൂവ്മെന്റം ഓഫ് ദ ഗൺ, ഗൺ എന്ത് ചെയ്യും? പുറകിലോട്ടൊന്ന് പോകും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? റീകോയിൽ ഓഫ് ദ ഗൺ. ഗണ്ണ് പുറകിലോട്ട് പോകുന്നു, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റീകോയിൽ ഓഫ് ദ ഗൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റീകോയിൽ ഓഫ് ദ ഗൺ എന്ന് പറഞ്ഞാൽ? അങ്ങനെ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം ദ ഗൺ, ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ദ ബാക്ക്വേർഡ് മൂവ്മെന്റം ഓഫ് ദ ഗൺ, ഗൺ എന്ത് ചെയ്യുന്നു? ബാക്കിലേക്ക് പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? റീകോയിൽ ഓഫ് ദ ഗൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് റീകോയിൽ ഓഫ് ദ ഗൺ എന്ന് പറഞ്ഞാൽ? റീകോയിൽ ഓഫ് ദ ഗൺ എന്ന് പറഞ്ഞാൽ ദ ബാക്ക്വേർഡ് മൂവ്മെന്റം ഓഫ് ദ ഗൺ when a bullet is fired from the gun. ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ്, മലയാളത്തിലാണല്ലോ എഴുതി മക്കളെ, ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പോകുമ്പോൾ നമ്മുടെ ഗൺ എന്ത് ചെയ്യുന്നു? പുറകിലോട്ട് വലിയുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് റീകോയിൽ ഓഫ് ദ ഗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യൽ നോക്കി, ഇവിടെയും എന്തായിരിക്കും പ്രത്യേകത? കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ്. ഹിയർ ഓൾസോ എന്താ സംഭവിക്കുന്നത്? ലീനിയർ മൂവ്മെന്റം റിമൈൻസ് കൺസർവ്ഡ്. ലീനിയർ മൂവ്മെന്റം എല്ലാം എന്ന് പറയുന്ന ലീനിയർ മൂവ്മെന്റം റിമൈൻസ് കോൺസ്റ്റന്റ് അല്ലെ? ലീനിയർ മൂവ്മെന്റ് എന്തായിരിക്കും? ഇനിഷ്യലും ഫൈനലുമായിട്ടുള്ള ലീനിയർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് ബിഫോർ ഫയറിംഗ്, ഫയറിംഗിന് മുമ്പായിട്ട്, ബിഫോർ ഫയറിംഗിന് നമുക്കറിയാം മുമ്പായിട്ട് എന്നാ സംഭവിക്കുന്നത്? ഫയർ ചെയ്യുന്നതിന് മുമ്പ് എന്നാ സംഭവിക്കുന്നത്? ഗണ്ണും റെസ്റ്റിലാണ് അല്ലെ? ഗണ്ണും പിന്നെ അതേപോലെ എന്നതാ ബുള്ളറ്റും എന്തിലാണ്? റെസ്റ്റിലാണ്. ഗണ്ണും ബുള്ളറ്റും റെസ്റ്റിലാണ്. റെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി എന്തായിരിക്കും? സീറോ ആയിരിക്കും അല്ലെ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? മാസ് ഓഫ് ഗൺ, വെലോസിറ്റി ഓഫ് ഗൺ പ്ലസ് എന്തായിരിക്കും? മാസ് ഓഫ് ബുള്ളറ്റ്, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. പക്ഷെ നമുക്കറിയാം ഇതെല്ലാം എന്താണ്? സീറോ ആണ്. കാരണം മാസ് ഓഫ് ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ എന്താ? സീറോ ആണ്. അതേപോലെ മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സീറോ. അപ്പൊ രണ്ടും സീറോ ആണ്. സോ സീറോ പ്ലസ് സീറോ എത്രയാണ്? സീറോ. അപ്പൊ ടോട്ടൽ മൂവ്മെന്റം ബിഫോർ ഫയറിംഗ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? സീറോ. ഇനി ആഫ്റ്റർ ഫയറിംഗോ എന്നാ സംഭവിക്കുന്നത്? ആഫ്റ്റർ ഫയറിംഗിന്, ഫയർ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഇത് മനസ്സിലായാലും എന്തുകൊണ്ടാണ് സീറോ ആയെന്ന്? കാരണം വെലോസിറ്റി ഓഫ് ഗണ്ണും വെലോസിറ്റി ഓഫ് ബുള്ളറ്റും സീറോ ആണ്, ഇനിഷ്യലി റെസ്റ്റിലാണ്. അപ്പൊ നമുക്ക് അടുത്ത കേസിൽ നോക്കിയാൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്ത് വരും? മാസ് ഓഫ് ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഗൺ പ്ലസ് മാസ് ഓഫ് ബുള്ളറ്റ്, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. ഇപ്പൊ നമുക്കറിയാം മാസ് ഓഫ് ഗണ്ണിനെ ഞാൻ mg എന്ന് എടുത്തു. ഇനി വെലോസിറ്റി ഓഫ് ഗണ്ണ് നമുക്ക് v എന്ന് എടുക്കാം. ഇനി നോക്കി, മാസ് ഓഫ് ബുള്ളറ്റിനെ ഞാൻ b എന്ന് എടുത്തു, വെലോസിറ്റിനെ ഞാൻ v എന്ന് എടുത്തു. അപ്പൊ v വരാൻ കാരണം നമുക്കറിയാം ഇത് വെലോസിറ്റി ഓഫ് ഗണ്ണ്, ഇത് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. ഇപ്പൊ നോക്കി, ഈ മൊമെന്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്തിനോട് ഈക്വല? ഫോഴ്സ് ഇൻറ്റു ടൈമിനോട് ഈക്വല, ഇമ്പൾസിനോട് ഈക്വല. കാരണം F is equal to dp/dt എന്നാണ്. F is equal to dp/dt ആണ്. ഇതിനകത്ത് p എന്ന് പറഞ്ഞാൽ എന്താ? F into t. ഇപ്പൊ ഞാൻ ഇതിനെ F into dt എന്നാണ് കൊടുക്കേണ്ടത്. മൊമെന്റത്തിന് വരെ എന്ത് കൊടുക്കണം? F into dt. അപ്പൊ F into dt ഓഫ് എന്ത് കൊടുത്തു? ഗണ്ണ്. പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് പോകുന്നത്? ബുള്ളറ്റ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് കൊടുക്കണം? F into dt ഓഫ് ബുള്ളറ്റ്. രണ്ടും ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് രണ്ടോട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? സീറോ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ?
ഇനിഷ്യലി ബിഫോർ ഫയറിംഗിന്റെ മുമ്പ് എന്ത് സംഭവിക്കും? രണ്ടിടത്തെയും വെലോസിറ്റി 0 ആയതുകൊണ്ട് ഇനിഷ്യൽ മൊമെന്റം 0 ആയി. ഇതാണ് ഫൈനൽ മൊമെന്റം. ഫൈനൽ മൊമെന്റത്തിൽ എന്നാ സംഭവിക്കുന്നത്? ഇതാണ് ഇക്വേഷൻ. എം ജി ഇൻറ്റു വി ജി പ്ലസ് എം ബി ഇൻറ്റു വി ബി എന്ന് പറയുന്നത് നമുക്കറിയാം മാസും ഇതെന്ന് പറഞ്ഞാൽ മൊമെന്റോ അല്ലേ? മൊമെന്റോ എന്തിനോട് ഈക്വലാ? മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈമിനോട് ഈക്വലാ. അപ്പൊ ഫോഴ്സ് ഇൻറ്റു ഡി ടിയോട് ഈക്വലാ. അതേപോലെ തന്നെ ഇവിടെയും ഫോഴ്സ് ഇൻറ്റു ഡി ടിയോട് ഈക്വലാ. കാരണം രണ്ട് മൊമെന്റത്തിന് വരെ ഞാൻ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് കൊടുത്തു. പക്ഷെ ഇവിടെ ഗണ്ണും ഒരിടത്ത് എന്താ ബുള്ളറ്റോ. അപ്പൊ ഒരിടത്ത് പ്ലസും മറ്റിടത്ത് എന്താ മൈനസും. പ്ലസും രണ്ടും സെയിം എമൗണ്ട് ആണ്. അപ്പോഴേക്കും സബ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും എന്ത് കിട്ടി? 0 കിട്ടി. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട എന്താ? റീകോയിൽ ഓഫ് ഗൺ ചോദിച്ചാൽ എന്താണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് ഓർത്തിരിക്കുക. അടുത്ത ആപ്ലിക്കേഷൻ ഡെറിവേഷൻ ഒക്കെ ചോദിക്കാം. സോ അടുത്ത ആപ്ലിക്കേഷൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കും. നോക്കി മക്കളെ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓഫ് ലീനിയർ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. രണ്ടാമത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ ആണ് ഏത്? കൊളീഷൻ ഓഫ് ടു ബോഡീസ്. ഏതാണ് കൊളീഷൻ ഓഫ് ടു ബോഡീസ്? എന്തിന്റെ ആപ്ലിക്കേഷനാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഏതിന്റെയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. മക്കളെ, ഞാൻ ഇത്രയും തൊണ്ടവേനായിട്ട് പഠിപ്പിക്കുന്നതല്ലേ? ഒരു കമന്റ് ഇട്ടേക്കണേ. കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് കമന്റ് ഇട്ടേക്കണേ. നോക്കിയേ, കൊളീഷൻ ഓഫ് ടു ബോഡീസ്. രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്യാൻ പോകും. അപ്പൊ നോക്കിയേ, രണ്ട് ബോഡീസ് ഉണ്ട്. ലെറ്റ്സ് സേ എ ആൻഡ് ബി. രണ്ട് ബോഡീസ് ഉണ്ട്, എ ആൻഡ് ബി. ഇതെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ അതായത് കൊളീഷന് മുമ്പുള്ള. കൊളീഷന് മുമ്പ് എയും ബിയും അതിന്റെ മൊമെന്റമാണ് പി എയും പി ബി അല്ലെ? നമുക്കറിയാലോ, കൊളീഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് തമ്മിൽ കൂട്ടിമുട്ടോ. രണ്ട് ബോഡീസ് ഉണ്ട്, രണ്ട് ബോഡീസ് തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടിമുട്ടോ. അപ്പം രണ്ട് ബോഡീസ് ഉണ്ട്, ഒരെണ്ണം എയും ഒരെണ്ണം എന്താ പി. എയുടെ മൊമെന്റം എന്ന് പറഞ്ഞാൽ പി എ, ബിയുടെ മൊമെന്റം എന്ന് പറഞ്ഞാൽ പി ബി. നോക്കിയേ, പി എയും പി ബി. ഇതിന്റെ ബിഫോർ കൊളീഷന്റെ ടോട്ടൽ എത്രയാ? അതായത് ഇനിഷ്യൽ മൊമെന്റം പി ഇനിഷ്യൽ, പി ഐ എന്ന് പറഞ്ഞാൽ എന്താ? പി ഇനിഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? പി എ പ്ലസ് പി ബി അല്ലെ? പി എ പ്ലസ് പി ബി. ഇനി ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാലോ? ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ പി ഫൈനൽ. ഇനിഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് പി ബി. അതിനുശേഷം ഇടിച്ചതിന് ശേഷം അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ മൊമെന്റം മാറി. പി എ ഡാഷ്, മറ്റിടത്ത് എന്താ? പി ബി ഡാഷ്. അപ്പൊ എന്താവും? ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ പി എ ഡാഷ് പ്ലസ് എന്താണ്? പി ബി ഡാഷ്. ഇതല്ലേ? നോക്കിയാൽ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ എയും ബിയും കാണാം. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ എ, ഡെൽറ്റ പി എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ എ. എയുടെ ചേഞ്ച് ഇൻ മൊമെന്റം, അതായത് ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഫൈനൽ മൊമെന്റം എത്രയാ? ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ പി എ ഡാഷ് മൈനസ് ഇനിഷ്യൽ മൊമെന്റം എത്രയാ? പി എ. ഇതാണ് ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ എ. ഇനി സിമിലർലി ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ ബി എന്ത് വരും? ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ ബി, പി ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എത്രയാ? പി ബി ഡാഷ് മൈനസ് ഇനിഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എത്രയാണ്? പി ബി. ബിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ബിയുടെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഇനിഷ്യൽ ടോട്ടൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ രണ്ടുകൂടെ കൂട്ടണം, പി എ പ്ലസ് പി ബി. ഫൈനൽ എന്ന് പറഞ്ഞാൽ പി എ ഡാഷ് പ്ലസ് പി ബി ഡാഷ്. ഈ ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ എ, എക്കുള്ള മൊമെന്റത്തിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി എ ഡാഷ് മൈനസ് പി എ. അതേപോലെ ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ ബി എന്ന് പറഞ്ഞാൽ പി ബി ഡാഷ് മൈനസ് പി ബി. ഇത് നോക്കി, അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ നമുക്കറിയാം. അക്കോർഡിംഗ് ടു മൊത്തം അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ വെച്ചിട്ടാണ്. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ത് പറയാൻ സാധിക്കും? അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് പറയാൻ സാധിക്കും, എഫ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? ഡി പി ബൈ ഡി ടിയോട് ഈക്വലാ. എഫ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? ഡി പി ബൈ ഡി ടി. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റത്തിനോട് ഈക്വലാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. നോക്കിയേ, എഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം ആണോ? അല്ല, ഫോഴ്സ്. എഫ് എ ബി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ബി ബൈ എ. ബിയിലേക്ക് എ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നാണ്. ബിയിലേക്ക് എവിടേക്കാ? ബിയിലേക്ക് എ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ് എ ബി എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരിക്കും? ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ ബൈ ടി എന്ന് കൊടുക്കണം. കാരണം എ അല്ലേ ആക്ട് ചെയ്യുന്നത്, എ ആരിലേക്ക് ആക്ട് ചെയ്യുന്നത്? ബിയിലേക്ക്. അപ്പൊ എയുടെ ഒരു കട്ടിയാണ്, ഒരു മൊമെന്റം ആണ് പോകുന്നത്. ഇപ്പൊ ഡെൽറ്റ പി എ ബൈ ടി. സിമിലർലി നമുക്ക് എന്ത് പറയാൻ സാധിക്കും? എഫ് ബി എ പറയാലോ. എഫ് ബി എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ബി എ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി യുടെ സ്ഥാനത്ത് എന്താവും? ബി എയിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ബി എയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഡെൽറ്റ പി യുടെ സ്ഥാനത്ത് എന്താവും? ഡെൽറ്റ പി ബി ബൈ ടി എന്ന് വരും. എന്ത് വരും? ഡെൽറ്റ പി ബി ബൈ ടി. എ ബി എന്ന് പറഞ്ഞാൽ എ ബിയിലേക്ക് ആക്ട് ചെയ്യുന്നു, ഡെൽറ്റ പി എ ബൈ ടി. ബി എ എന്ന് പറഞ്ഞാൽ ബി എയിലേക്ക് ആക്ട് ചെയ്യുന്നു, ഡെൽറ്റ പി ബി ബൈ ടി. മനസ്സിലായല്ലോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, ഒരു മൊമെന്റം, രണ്ട് ബോഡി എയും ബിയും, എ ബിയിലേക്ക് ആക്ട് ചെയ്യുന്നതും ബി എയിലേക്ക് ആക്ട് ചെയ്യുന്നതും ഒരേ ഫോഴ്സ് അല്ലേ? ഇപ്പൊ ഞാൻ ഒരു വലിയൊരാളെ, അതായത് നല്ല വലിപ്പമുള്ള ഒരാളെ പോയി ഇടിക്കുന്നതും വലിപ്പമുള്ള ഒരാളെ എനിക്കിട്ട് വന്ന് ഇടിക്കുന്നതും അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിടത്തെയും മൊമെന്റം ഈക്വൽ അല്ലെങ്കിൽ ഫോഴ്സ് ഈക്വൽ. ഞാൻ എനിക്കിട്ട് കിട്ടുന്നതും ഞാൻ കൊടുക്കുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇവിടെ? FAB എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? -FBയോട് ഈക്വലാണ്. രണ്ടിന്റെയും ഫോഴ്സിന്റെ ഇത് ഈക്വലാ, മാഗ്നിറ്റ്യൂഡ് ഈക്വലാ, പക്ഷെ ഡയറക്ഷൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു, മറിച്ച് എനിക്ക് തിരിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് കൊടുത്തത്? മൈനസ് കൊടുത്തു. അപ്പൊ FAB ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? -FBA. FAB എന്ന് പറഞ്ഞാൽ എന്താ? ΔPA/T അല്ലേ? അപ്പൊ FAB എന്ന് പറഞ്ഞാൽ ΔPA/T, അതേപോലെ -FBA എന്ന് പറഞ്ഞാൽ എന്താ? ΔPB/T എന്ന് നോക്കാം. PA എന്ന് പറഞ്ഞാൽ എന്താ? PA എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ΔPA എന്ന് പറഞ്ഞാൽ ഈ ടീം കൂടെ കട്ട് ചെയ്യാലോ. അപ്പൊ നോക്കിയേ, PA എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? PA' - PA which is equal to മൈനസ് ഉണ്ട്, മൈനസ് ഇടാൻ മറക്കരുത്, -PB, ΔPB. ΔPB എന്ന് പറഞ്ഞാൽ എവിടെയും കൊടുത്തിട്ടുണ്ട്. PB' - PB. ഇത് ഇമ്പോർട്ടന്റ് ആണേ, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നോക്കിയേ, ΔPA എന്ന് പറഞ്ഞാൽ PA' - PA, ΔPB എന്ന് പറഞ്ഞാൽ എന്താ? PB എന്ന് പറഞ്ഞാൽ PB' - PB. പക്ഷെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ മൈനസ് എന്നൊക്കെ ഓപ്പൺ ആക്കി വരുമ്പോൾ എന്ത് വരും? PA' - PA is equal to -PB', -PB', എത്രയാ? PB എന്ന് കിട്ടും. ഇനി നോക്കിയേ, ഇവിടെ PA' ഉണ്ട്, ഇവിടെ PA', ഈ -PB' ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? +PB', which is equal to -PA ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +PA. ഓൾറെഡി അവിടെ ആരുണ്ട്? PB ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് സംഭവം. ഏത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇപ്പൊ ഇത്ര ഉള്ള സംഭവം. ഇത് നോക്കി, ഈ ഒരു ഡെറിവേഷൻ ആയിരുന്നു നമ്മൾ ഇത്രയും നേരം ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് നോക്കി. സംഭവം മനസ്സിലായോ? ഇവിടെ എന്നെ പറഞ്ഞിരിക്കുന്നത് PA + PB എന്ന് പറഞ്ഞാൽ എന്താ? PA + PB ഇനിഷ്യൽ മൊമെന്റ് അല്ലേ? PA' + PB' എന്ന് പറഞ്ഞാൽ എന്താ? PA' + PB' ഫൈനൽ മൊമെന്റ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? P ഫൈനൽ ഈസ് ഈക്വൽ ടു P ഇനിഷ്യൽ. അപ്പൊ ഇവിടെ മൊമെന്റം കൺസേർവ്ഡ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മളോട് ചോദിക്കാറുള്ള പ്രൂഫ്. അതായത് രണ്ട് ബോഡീസ് വന്നിട്ട് അതിന്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. അപ്പൊ ചെയ്ത് തന്നെയായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത് P ഇനിഷ്യൽ കണ്ടുപിടിച്ചു. ഇനിഷ്യൽ മൊമെന്റം എത്രയായിരുന്നു? PA + PB എന്ന് കണ്ടുപിടിച്ചു. പിന്നെ എന്താ? P ഫൈനൽ മൊമെന്റം കണ്ടുപിടിച്ചു. P ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിന്റെ എല്ലാം P' A+ എന്ത് കിട്ടി? P' എന്ന് കിട്ടി. ഇത് P ആണ്, P ഫൈനല്. അതിനുശേഷം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? അതിനുശേഷം ΔPA, ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ A കണ്ടുപിടിച്ചു. അതേതായിരുന്നു? PA' - PA എന്ന് കിട്ടി. ΔPB എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ΔPB എന്ന് പറഞ്ഞാൽ PB' - PB എന്ന് കിട്ടി അല്ലെ? ഇനി അടുത്തത് ഫോഴ്സ് ആക്ടിങ് ഓൺ എയും ബിയും കണ്ടുപിടിച്ചു അല്ലെ? ഫോഴ്സ് ആക്ടിങ് ഓൺ B/A, ബിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എന്തായിരുന്നു? ΔPA/T ആയിരുന്നു. അതേപോലെ FBA എന്ന് പറഞ്ഞാൽ എന്താ? FBA എന്ന് പറഞ്ഞാൽ ΔPB/T അല്ലെ? ΔPB/T, മൊമെന്റം ആക്ടിങ് ഓൺ A/B അല്ലെ? ഫോഴ്സ് ആക്ടിങ് ഓൺ A/B, എയിലേക്ക് B ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഇത് നമുക്ക് അറിയാം, രണ്ടും എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഈക്വലാ, പക്ഷെ എന്താണ് അതിന്റെ എന്താണ് വ്യത്യാസമായിട്ടുള്ളത്? അതിന്റെ ഡയറക്ഷൻ വ്യത്യാസം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? FABയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ΔPA/T എന്ന് കൊടുക്കാം. അതുപോലെ -FBയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ΔPB/T അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇവിടെ എന്ത് വരും? ΔPB/T എന്ന് കിട്ടും. ഇനി നോക്കിയാൽ രണ്ടിടത്തെയും ടീം കട്ട് ചെയ്യാം. ΔPA എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? PA' - PA which is equal to മൈനസ് ഉണ്ട്. ΔPB എന്ന് പറഞ്ഞാലോ? ΔPB എന്ന് പറഞ്ഞാൽ എന്താ? PB' - PB അല്ലെ? എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ PA' - PA is equal to -PB' എന്ന് കിട്ടും അല്ലെ? അതേപോലെ -of എന്താവും? +PB എന്നാവും അല്ലെ? ഇവിടെ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. അപ്പൊ നോക്കിയാൽ ഇവിടെ PA' - PB' ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +PB' which is equal to -PA ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? +PA + PB. ഓൾറെഡി ഇവിടെ ആരുണ്ട്? PB. ഇവിടുത്തെ ഇതിനെ മാറ്റില്ല, മറ്റേ രണ്ട് മൈനസിനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാലോ. ആദ്യം അപ്പുറത്തെ സൈഡ് എഴുതാലോ. PA + PB which is equal to എന്ത് എഴുതാം? PA' + PB'. ഇതിന്റെ അർത്ഥം എന്താ? ഇനിഷ്യൽ മൊമെന്റം is equal to ഫൈനൽ മൊമെന്റം. PA + PB എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇനിഷ്യൽ മൊമെന്റം അല്ലെ? PA' + PB' എന്നായിരുന്നു ഫൈനൽ മൊമെന്റം. അപ്പം ഇനിഷ്യൽ മൊമെന്റം is equal to ഫൈനൽ മൊമെന്റം. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മൊമെന്റം ബിഫോർ കൊളീഷൻ. എന്താ എഴുതാൻ പറ്റുന്നത്? മൊമെന്റം ബിഫോർ കൊളീഷൻ is equal to മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഇതും കൂടെ എഴുതി വെച്ചേക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് മക്കളെ. പ്രൂഫ് ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? മൊമെന്റം ബിഫോർ കൊളീഷൻ is equal to മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും തമ്മിലുള്ള മൊമെന്റം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഓർത്ത് വെക്കേണ്ടത്. ഞാൻ നാളെ തന്നെ എന്റെ തൊണ്ടയ്ക്ക് പ്രശ്നമായിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാത്തത്. നാളെ തന്നെ എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ എടുക്കാം. അല്ലെങ്കിൽ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? രാത്രി തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പഠിക്കുക മക്കളെ. നല്ല
ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, ഫുൾ മാർക്ക് മേടിക്കാനുള്ള ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നമ്മൾ കുറച്ച് ദിവസം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടാൻ കേട്ടോ. അപ്പം നമ്മുടെ മോഡൽ എക്സാമിന്റെ പേപ്പർ നോക്കണം, അത് നന്നായിട്ട് പഠിക്കണം. അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക, എന്ത് ചെയ്യുക, നല്ല മാർക്ക് മേടിക്കുക. ഞാൻ ഉടനെ അടുത്ത് ഇതിന്റെ പാർട്ട് 2 ഇടാം. അതുവരേക്കും താങ്ക് യു. എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശരി എന്നാ, ബൈ.